അങ്ങനെ ഓർഫീസിന്റെ പാട്ട് കേട്ട് നരകത്തിലെ സകല ദുരിതങ്ങളും ഒരു നിമിഷം നിലച്ചുപോയി. ക്രൂരതയ്ക്ക് പേര് കേട്ട പ്രതികാര ദേവതയും പോലും കരഞ്ഞുപോയി. ഓർഫീസിന്റെ സ്നേഹം കണ്ട ഹേഡീസ് ഒരു നിബന്ധനയോടെ യൂറിഡൈസിനെ വിട്ടയക്കാൻ സമ്മതിച്ചു. ആ നിബന്ധന ഇങ്ങനെയായിരുന്നു: നീ ഭൂമിയിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ യൂറിഡൈസ് നിന്റെ പിന്നിൽ വരും. എന്നാൽ വെളിച്ചം കാണുന്നതുവരെ നീ ഒരിക്കൽ പോലും അവളെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നോക്കിയാൽ അവൾ എന്നേക്കുമായി ഇവിടെ തന്നെ തുടരും. ഓർഫിയസ് നടക്കാൻ തുടങ്ങി. മുന്നിൽ നടക്കുമ്പോഴും തന്റെ പ്രിയതമ പിന്നിലുണ്ടോ എന്ന് അദ്ദേഹം ഭയന്നു. അവളുടെ കാലൊച്ചയൊന്നും കേൾക്കാത്തതുകൊണ്ട് ആശങ്ക അവനെ അലട്ടി. ഒടുവിൽ ഭൂമിയുടെ വെളിച്ചം കാണാറായപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓർഫിയസ് ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നിമിഷം തന്നെ യൂറിഡൈസ് ആവിയായി പാതാളത്തിലേക്ക് തന്നെ മറന്നുപോയി. അവളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് അവന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം പാടിയത് മുഴുവൻ ലോകത്തിലെ കാമുകന്മാരുടെ വേദനകളെയും സന്തോഷങ്ങളെയും കുറിച്ചായിരുന്നു. ഈ വേദനയിൽ നിന്നാണ് പ്രണയ കവിതകൾ എന്ന കലാരൂപം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഒടുവിൽ ഓർഫീസ് മരിക്കുകയും മരണാന്തര ലോകത്ത് വെച്ച് യൂറിഡൈസിനെ കണ്ടുമുട്ടുകയും ചെയ്തു. ഇപ്പോൾ ഓർഫീസിന് പേടിയില്ല. എത്ര തവണ വേണമെങ്കിലും തന്റെ പ്രിയതമയെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാം. ആരും തന്നെ അവരെ തടയില്ല.